പ്രിയപ്പെട്ടവരെ, 2011 മുതൽ 2015 വരെയുള്ള കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ എന്തായിരുന്നു ആരോഗ്യ മേഖലയുടെ അവസ്ഥ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ നോക്കുമ്പോൾ UDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥയിലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 2016 ആർദ്ര കേരളം മിഷൻ രൂപീകരിക്കുമ്പോൾ 2026 എത്തുമ്പോഴേക്കും ലോക നിലവാരത്തിലേക്ക് എത്തുന്ന ആശുപത്രികളായി നമ്മുടെ സർക്കാർ ആശുപത്രികൾ മാറി. ഇവിടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ അതുപോലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുമ്പോൾ 890 പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ 740ഓളം എണ്ണം നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. അങ്ങനെ വരുമ്പോൾ ഒരു ഡോക്ടറും 1-2 നഴ്സുമാരും എന്നുള്ള നിലയിൽ നിന്നും 3 ഡോക്ടർമാർ, ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകർ, ലാബ് സംവിധാനങ്ങൾ, ജനറൽ മെഡിസിനും ജീവിതശൈലിക്കുമുള്ള മരുന്നുകൾ, അതുപോലെ വൈകുന്നേരം 6 മണി വരെയുള്ള OP. ഏതൊരു നിർധനരായ ആൾക്കും 10 രൂപ OP ടിക്കറ്റിൽ കിട്ടുന്ന സേവനം ചെറുതല്ല. ഒരു സ്വകാര്യ ആശുപത്രികളിൽ പനിക്കും മരുന്നിന് മേടിക്കാൻ പോയാൽ പോലും ഏറ്റവും കുറഞ്ഞ 500 രൂപയെങ്കിലും മേടിക്കും. അതേ സമയത്താണ് 10 രൂപ OP ടിക്കറ്റിൽ നടക്കുന്നത്. താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലും, ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിൻ്റെ നിലവാരത്തിലും, മെഡിക്കൽ കോളേജുകൾ ലോക നിലവാരത്തിലുള്ള അത്യാധുനിക സംവിധാനത്തോടുകൂടി രോഗനിർണയം നടത്താനും ചികിത്സയ്ക്കും വേണ്ടിയുള്ള ഇടങ്ങളായി മാറിയതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 13 കോടിയോളം ആളുകൾ ഓരോ വർഷവും വിവിധ ആവശ്യങ്ങൾക്കായി സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്. അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തുന്ന ആശുപത്രികൾ ജില്ലാ ആശുപത്രി വരെ അവയവമാറ്റ ശസ്ത്രക്രിയക്കുള്ള വേദിയായിട്ട് ഉള്ളതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശ്വാസകോശം അടക്കം, കിഡ്നി അടക്കം, കരളടക്കം, അതുപോലെ ഹൃദയം മാറ്റിവെക്കലടക്കം എത്രയോ അവയവമാറ്റ ശസ്ത്രക്രിയ ഇതുവരെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ റോബോട്ടിക് സർജറി അടക്കം, ക്യാൻസർ സെൻ്ററുകളിൽ വിവിധ വ്യത്യസ്തങ്ങളായ ചികിത്സാ രീതികളടക്കം, കീമോതെറാപ്പി എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളടക്കം, അങ്ങനെ എന്തെല്ലാം മാറ്റങ്ങളാണ്, എത്ര സാങ്കേതികത്വത്തോടുകൂടിയുള്ള മാറ്റങ്ങളാണ് ആരോഗ്യ മേഖലയിലുണ്ടായത്. ഇതിനെല്ലാം മറച്ചു വെക്കുന്ന തരത്തിൽ എന്തൊരു വിരോധാഭാസമാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തുന്നത്. ഏകദേശം 7000 കോടിയോളം സ്വകാര്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത ബ്ലാക്ക് സ്റ്റോൺ അടക്കമുള്ള KRSS അടക്കമുള്ള സ്വകാര്യ കമ്പനികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ സാധാരണക്കാരന് കിട്ടേണ്ടുന്ന അവകാശങ്ങളെ, ആനുകൂല്യങ്ങളെ, അല്ലെങ്കിൽ അവൻ സമീപിക്കുന്ന ആശുപത്രിയെ, അവൻ കാണിക്കുന്ന സർക്കാർ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ഇടപെടലാണ് അത് കാണുന്നത്. ഇതിനെല്ലാം ആരോഗ്യവകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ചീത്ത പറഞ്ഞുകൊണ്ട് തെരുവിൽ നടത്തുന്ന പൊറാട്ട് നാടകം ഈ നാട്ടിലുള്ള മനുഷ്യർ, സാധാരണക്കാർ തിരിച്ചറിയുക തന്നെ ചെയ്യും.